ഗുഡ് മോർണിംഗ്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് സെക്യൂരിറ്റി അസോസിയേഷൻസ് ഇൻ IPsecനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഐ പി കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫൗണ്ടേഷനാണ് സെക്യൂരിറ്റി അസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള അസോസിയേഷനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സെക്യൂരിറ്റി അസോസിയേഷൻ എന്തുണ്ട്? ഈ സെക്യൂരിറ്റി അസോസിയേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Before sending data, a virtual connection is established between the sending entity and the receiving entity called security association. അപ്പം നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു വെർച്വൽ കണക്ഷൻ എന്ത് ചെയ്യണം? എസ്റ്റാബ്ലിഷ് ചെയ്യണം. സെൻഡ് ചെയ്യുന്ന ആളെയും അതേപോലെ റിസീവ് ചെയ്യുന്ന ആളെയും ഇടയിൽ ഒരു വെർച്വൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിനെയാണ് സെക്യൂരിറ്റി അസോസിയേഷൻ SA എന്ന് പറയുന്നത്. IPsec provides many options for performing network encryption and authentication. Each IPsec connection can provide encryption, integrity, authenticity, or all three services. When the security service is determined, the two IPsec peer entities must determine exactly what algorithms to use. After deciding on the algorithms, the two devices must share session keys. അപ്പോൾ നമ്മൾ IPsec തുടങ്ങുമ്പോൾ തൊട്ടുള്ള സ്റ്റേജുകളാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച പോലെ IPsec എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നെറ്റ്വർക്ക് എൻക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ IPsec കണക്ഷനിൽ എൻക്രിപ്ഷൻ വരുന്നുണ്ട്, ഇൻറ്റഗ്രിറ്റി വരുന്നുണ്ട്, ഒതൻറ്റിസിറ്റി വരുന്നുണ്ട്, അല്ലേ? ഇങ്ങനത്തെ സർവീസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ നമ്മൾ ഇതേപോലത്തെ സെക്യൂരിറ്റി സർവീസുകളൊക്കെ ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ നോക്കേണ്ടത്? രണ്ട് എൻറ്റിറ്റീസും, അതായത് സെൻഡ് ചെയ്യുന്ന ആളും റിസീവ് ചെയ്യുന്ന ആളും അൽഗോരിതംസ് ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം? ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോൾ DS അൽഗോരിതാണോ, 3DS അൽഗോരിതാണോ, അല്ലെങ്കിൽ MD5 ആണോ, ഷാവാസ്റ്റ് ആണോ, ഏതാ വേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം? അവർ തീരുമാനിക്കണം. ഇപ്പോൾ DS-ഉം 3DS-ഉം എൻക്രിപ്ഷന് വേണ്ടിയിട്ടാണ്, MD5-ഉം ഷാഫസ്റ്റും ഇതിന് വേണ്ടിയിട്ടാണ്, ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? അവർ ഡിറ്റർമൈൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ അൽഗോരിതം ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സെഷനിലുള്ള കീസ് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? അവർ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. SA is a set of above communication parameters that provide a relationship between two or more systems to build an IPsec section. അപ്പോൾ സെക്യൂരിറ്റി അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു IPsec സെക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ മുകളിൽ പറഞ്ഞ പാരാമീറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം? രണ്ട് എൻറ്റിറ്റീസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു വെർച്വൽ കണക്ഷനെയാണ് എന്തെന്ന് പറയുക? സെക്യൂരിറ്റി അസോസിയേഷൻ എന്ന് പറയാം. It is simple in nature and hence two SAs are required for bidirectional communications. അപ്പോൾ രണ്ട് ഡയറക്ഷനിലും കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വെർച്വൽ കണക്ഷൻ വേണം. SAs are identified by a security parameter index number that exists in the security protocol header. അപ്പോൾ SAs ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡെക്സ് നമ്പർ ഉണ്ട്. SPI നമ്മൾ നേരത്തെ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അത് സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് നമ്പർ. അത് സെക്യൂരിറ്റി പ്രോട്ടോക്കോളിൻ്റെ ഹെഡറിലാണ് ഈ ഒരു പാരാമീറ്റർ ഇൻഡെക്സ് ഉള്ളത്. ബോത്ത് സെൻഡിങ് ആൻഡ് റിസീവിങ് എൻറ്റിറ്റീസ് മെയിൻറ്റെയിൻ സ്റ്റേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ SA. ഇപ്പോൾ സെൻഡ് ചെയ്യുന്ന ആളും റിസീവ് ചെയ്യുന്ന ആളും എന്ത് ചെയ്യുന്നുണ്ട്? SAൻ്റെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് സിമിലർ ടു TCP എൻഡ് പോയിൻറ്റ്സ് വിച്ച് ഓൾസോ മെയിൻറ്റെയിൻ സ്റ്റേറ്റ് ഇൻഫർമേഷൻ. IPsec ഈസ് കണക്ഷൻ ഓറിയൻറ്റഡ് ലൈക്ക് TCPനെ പോലെ തന്നെ കണക്ഷൻ ഓറിയൻറ്റഡ് ആണ് ആര്? IPsec. അതേപോലത്തെ എങ്ങനെ പറയാനുള്ള റീസൺ വെച്ചാൽ TCPയിലെ എൻഡ് പോയിൻറ്റ്സിൽ സ്റ്റേറ്റിൻ്റെ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കീപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മളെ SAയിലും എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് എൻറ്റിറ്റീസിൻ്റെയും സ്റ്റേറ്റ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി SAൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി SA is uniquely identified by the following three parameters. Security parameters index SPI. It is a 32-bit value assigned to SA. SAക്ക് അസൈൻ ചെയ്ത ഒരു 32-bit വാല്യൂ ആണ് SPI എന്ന് പറയുന്നത്. It is used to distinguish between different SAs terminating at the same destination and using the same IPsec protocol. അപ്പോൾ ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഡിഫറെൻറ്റ് SAs ഇങ്ങനത്തെ വെർച്വൽ കണക്ഷൻസ് ഒരേ ഡെസ്റ്റിനേഷനിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടാവും. അതും ഈ സെയിം IPsec പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അവ തമ്മിലുള്ള ആ ഒരു സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. Every packet of IPsec carries a header containing SPI field. അപ്പോൾ IPsecൻ്റെ പാക്കറ്റിൽ എന്തുണ്ട്? SPI ഫീൽഡ് ഉണ്ട്.
The SPI is provided to map the incoming packet to an essay. അപ്പോൾ ഈ SPI യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതായത് വരുന്ന പാക്കറ്റിനെ ഈ എസ്സേയിലേക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ അസോസിയേഷനിലേക്ക് ഈ ഒരു പാക്കറ്റിനെ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു SPI എന്നുള്ള ഫീൽഡ് യൂസ് ചെയ്യുന്നത്. അത് IPSecൻ്റെ ഹെഡറിൽ ഉണ്ട്. The SPI is a random number generated by the sender to identify the essay to the recipient. അപ്പോൾ SPI എന്ന് പറയുന്നത് ഒരു റാൻഡം നമ്പറാണ്, ജനറേറ്റ് ചെയ്തതാണ്, റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്തതാണ്, സെൻഡർ ജനറേറ്റ് ചെയ്തതാണ്. സെക്യൂരിറ്റി അസോസിയേഷനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. റെസിപ്പിയൻറ്റിൻ്റെ സെക്യൂരിറ്റി അസോസിയേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സാണ് അടുത്ത് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി IP അഡ്രസ് ഓഫ് എൻഡ് റൂട്ടർ. എൻഡ് റൂട്ടറുടെ IP അഡ്രസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാരാമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ഐഡൻറ്റിഫയർ, വെദർ ദ അസോസിയേഷൻ ഈസ് ആൻ AH ഓർ ESP SA. AH ആണോ ESP ആണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ഐഡൻറ്റിഫയർ ഉണ്ട്. അപ്പോൾ ഇനി താഴെ കൊടുത്തിട്ടുള്ളത് നമ്മളെ രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള ഒരു IPSec കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അവിടെ എസ്സേൻ്റെ എക്സാമ്പിൾ കാണിക്കുകയാണ്. എങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഒരു എൻറ്റിറ്റി ഉണ്ട്, അപ്പുറത്ത് വേറൊരു എൻറ്റിറ്റി ഉണ്ട്, പിന്നെ റൂട്ടേഴ്സ് ഉണ്ട്, R1ഉം R2ഉം ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്ന, പിന്നെ അതിൻ്റെ അഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ R1ൽ ഈ പാക്കറ്റ് സെൻഡ് ചെയ്യുന്ന R1ൽ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്, SA ഈ ഒരു അസോസിയേഷനിൽ സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 32 ബിറ്റ് ഐഡൻറ്റിഫയർ ഫോർ SA, സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഒറിജിൻ SA ഇൻ്റർഫേസ്, അതായത് ഈ SA ഈ കണക്ഷൻ്റെ ഒറിജിൻ ഇൻ്റർഫേസ് അതിൻ്റെ അഡ്രസ്സാണ് ഇത് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഡെസ്റ്റിനേഷൻ SA ഇൻ്റർഫേസ് ആ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ടൈപ്പ് ഓഫ് എൻക്രിപ്ഷൻ യൂസ്ഡ്, ഏത് എൻക്രിപ്ഷനാണ് യൂസ് ചെയ്തത് എന്നത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. എൻക്രിപ്ഷൻ കീ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ടൈപ്പ് ഓഫ് ഇൻറ്റഗ്രിറ്റി ചെക്ക് യൂസ്ഡ് HMAC അങ്ങനെ ഏതാ വെച്ചാൽ അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒതൻറ്റിക്കേഷൻ കീ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ R1ൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു IPSec കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ SAൻ്റെ ഭാഗമായിട്ട് സ്റ്റോർ ചെയ്യുന്ന വാല്യൂസാണ് ഈ പറഞ്ഞതൊക്കെ. പിന്നെ അടുത്ത് പറയുന്നത് സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഡാറ്റാബേസസ് ആണ്. In IPSec there are two databases that control the processing of IPSec datagram. അപ്പോൾ IPSec ഡാറ്റാഗ്രാമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഡാറ്റാബേസസ് ആണ് IPSecൽ യൂസ് ചെയ്യുന്നത്. One is the Security Association Database SAD and the other is the Security Policy Database SPD. ഇത് രണ്ടും ആണുള്ളത്. സെക്യൂരിറ്റി അസോസിയേഷൻ ഡാറ്റാബേസും സെക്യൂരിറ്റി പോളിസി ഡാറ്റാബേസും. Each communicating endpoint using IPSec should have a logically separate SAD and SPD. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള SADയും SPDയും വേണം. പിന്നെ പറയുന്നത് സെക്യൂരിറ്റി അസോസിയേഷൻ ഡാറ്റാബേസ് ആണ്. In IPSec communication, endpoints holds SA state in Security Association database. അപ്പോൾ ഈ IPSec കമ്മ്യൂണിക്കേഷനിൽ രണ്ട് എൻറ്റിറ്റീസിൻ്റെയും എൻഡ് പോയിൻറ്റുകളെ ഹോൾഡ് ചെയ്യുന്നത് ഈ ഒരു ഡാറ്റാബേസിലാണ്, സെക്യൂരിറ്റി അസോസിയേഷൻ ഡാറ്റാബേസിലാണ് രണ്ട് എൻറ്റിറ്റീസിൻ്റെയും എൻഡ് പോയിൻറ്റിനെ ഹോൾഡ് ചെയ്യുന്നത്. Each SA entry in SAD database contains 9 parameters. അപ്പോൾ ഓരോ സെക്യൂരിറ്റി അസോസിയേഷൻ്റെ എൻട്രി എന്ന് പറഞ്ഞാലും നമ്മൾ സെക്യൂരിറ്റി അസോസിയേഷൻ ഡാറ്റാബേസിൽ 9 പാരാമീറ്റേഴ്സ് ആയിട്ടാണ് ഉണ്ടാവുക ഡാറ്റാബേസിൽ. ആ 9 പാരാമീറ്റേഴ്സ് ആണ് ഇനി നമുക്ക് താഴെ പറയുന്നത്. എന്തൊക്കെയാണ് 9 പാരാമീറ്റേഴ്സ്? ഒന്ന് സീക്വൻസ് നമ്പർ കൗണ്ടർ, അതായത് ഫോർ ഔട്ട് ബൗണ്ട് കമ്മ്യൂണിക്കേഷൻസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീക്വൻസ് നമ്പർ കൗണ്ടർ ഉണ്ടാവും. ദിസ് ഈസ് ദ 32 ബിറ്റ് സീക്വൻസ് നമ്പർ പ്രൊവൈഡഡ് ഇൻ ദ AH ഓർ ESP ഹെഡേഴ്സ്. AHൻ്റെയോ ESPയുടെയോ ഹെഡറിൽ പ്രൊവൈഡ് ചെയ്യുന്ന 32 ബിറ്റ് സീക്വൻസ് നമ്പറാണ് എന്ത്, സീക്വൻസ് നമ്പർ കൗണ്ടർ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് സീക്വൻസ് നമ്പർ ഓവർഫ്ലോ കൗണ്ടറാണ്. സെറ്റ്സ് ആൻ ഓപ്ഷൻ ഫ്ലാഗ് ടു പ്രിവെൻറ്റ് ഫർദർ കമ്മ്യൂണിക്കേഷൻ യൂട്ടിലൈസിങ് ദ സ്പെസിഫിക് SA.
അപ്പോൾ എന്ത് ചെയ്യും, പിന്നീട് ഈ ഒരു എസ്സേൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള എസ്സേനെ വെച്ചിട്ട് വീണ്ടും വീണ്ടും കമ്മ്യൂണിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഫ്ലാഗ് എന്നുള്ള ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് സീക്വൻസ് നമ്പർ ഓവർഫ്ലോ കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാല്യൂ അവിടെ എന്ത് ചെയ്യും, സെറ്റ് ചെയ്തിടും. പിന്നെ മൂന്നാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് 32 ബിറ്റ് ആൻറ്റി റിപ്ലൈ വിൻഡോ യൂസ്ഡ് ടു ഡിറ്റർമൈൻ വെദർ ആൻ ഇൻബൗണ്ട് AH ഓർ ESP പാക്കറ്റ് ഈസ് എ റിപ്ലൈ. അപ്പോൾ ഇൻബൗണ്ട് AH അല്ലെങ്കിൽ ESP പാക്കറ്റ് ആൻറ്റി റിപ്ലൈ വരുന്നുണ്ടോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 32 ബിറ്റ് ആൻറ്റി റിപ്ലൈ വിൻഡോ യൂസ് ചെയ്യുന്നത്. പിന്നെ ലൈഫ് ടൈം ഓഫ് എസ്സേ, ടൈം ടിൽ എസ്സേ റിമൈൻ ആക്റ്റീവ്, എസ്സേ ആക്റ്റീവ് ആവുന്ന അതായത് മൊത്തം ടൈം എത്ര ടൈം വരെയാണ് എന്നുള്ളത്, ലൈഫ് ടൈം. പിന്നെ അൽഗോരിതം AH യൂസ്ഡ് ഇൻ ദ AH ആൻഡ് അസോസിയേറ്റഡ് കീ, AHലും അസോസിയേറ്റഡ് കീയിലും യൂസ് ചെയ്തിട്ടുള്ള അൽഗോരിതം ESP യൂസ്ഡ് ഇൻ ദ ഒതൻറ്റിക്കേറ്റിംഗ് പോർഷൻ ഓഫ് ESP ഹെഡർ. ഇതെന്ന് പറഞ്ഞാൽ ESP ഹെഡറിൽ ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള അൽഗോരിതം. പിന്നെ അൽഗോരിതം ESP എൻക്രിപ്ഷൻ യൂസ്ഡ് ഇൻ ദ എൻക്രിപ്ഷൻ ഓഫ് ദ ESP ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് കീ ഇൻഫർമേഷൻ. ESPൻ്റെ എൻക്രിപ്ഷന് വേണ്ടിയിട്ടും അതിൻ്റെ കീ ഇൻഫർമേഷൻ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്തിട്ടുള്ള അൽഗോരിതം. IPsec മോഡ് ഓഫ് ഓപ്പറേഷൻ, ട്രാൻസ്പോർട്ട് ആണോ ടണൽ മോഡാണോ, പാത്ത് MTU, PMTU, എനി ഒബ്സർവ്ഡ് പാത്ത്, മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ്. ഫ്രാഗ്മെൻറ്റേഷൻ ഒഴിവാക്കുക പറഞ്ഞാൽ ഇങ്ങനെ പീസായിട്ട് പോകുന്നത് ഒഴിവാക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, മാക്സിമം ട്രാൻസ്മിഷൻ നടക്കുന്നത് ഒബ്സർവ് ചെയ്യുന്നതാണ് പാത്ത് MTU എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 9 പാരാമീറ്റേഴ്സാണ് ഡാറ്റാബേസിലേക്ക് കയറുന്നത്. ഓൾ എസ്സേ എൻട്രീസ് ഇൻ ദ SAD ആർ ഇൻഡെക്സ്ഡ് ബൈ 3 എസ്സേ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഈ SADയിലേക്കുള്ള എല്ലാ എൻട്രീസും 3 എസ്സേ പാരാമീറ്റേഴ്സായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡെക്സ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സ്, രണ്ടാമത്തത് സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ഐഡൻറ്റിഫയർ, മൂന്നാമത്തത് SPI. പിന്നെ പറയുന്നത് സെക്യൂരിറ്റി പോളിസി ഡാറ്റാബേസ് ആണ്. നമ്മൾ 2 ഡാറ്റാബേസുകൾ പറഞ്ഞു. ഒന്ന് സെക്യൂരിറ്റി അസോസിയേഷൻ ഡാറ്റാബേസ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി സെക്യൂരിറ്റി പോളിസി ഡാറ്റാബേസ് ആണ് അടുത്ത് പറയാനുള്ളത്. SPD ഈസ് യൂസ്ഡ് ഫോർ പ്രോസസ്സിങ് ഔട്ട് ഗോയിങ് പാക്കറ്റ്സ്. അപ്പോൾ ഔട്ട് ഗോയിങ് പാക്കറ്റ്സിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SPD യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് വാട്ട് SAD എൻട്രി ഷുഡ് ബി യൂസ്ഡ്. എന്ത് SAD എൻട്രീസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവ ഹെൽപ്പ് ചെയ്യുന്നത്. ഇഫ് നോ SAD എൻട്രി എക്സിസ്റ്റ്, SPD ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ന്യൂ വൺസ്. അപ്പോൾ SAD എൻട്രീസ് ഇല്ല എങ്കിൽ പിന്നെ SPD പുതിയ അങ്ങനത്തെ എൻട്രീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. എനി SPD എൻട്രി വുഡ് കണ്ടെയ്ൻ പോയിൻ്റർ ടു ആക്റ്റീവ് എസ്സേ ഹെൽഡ് ഇൻ SAD. SADയിലേക്ക് ആക്റ്റീവായിട്ടുള്ള എസ്സേ ഉണ്ടെങ്കിൽ അതിൻ്റേക്കുള്ള പോയിൻ്റർ ഉണ്ടാവും SPDയിൽ. പിന്നെ അതായത് പോയിൻ്റർ ടു ആക്റ്റീവ് എസ്സേ ഹെൽഡ് ഇൻ SAD, ആക്റ്റീവായിട്ടുള്ള എസ്സേയിലേക്ക് പോയിൻ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു എന്താ പറയുക, പോയിൻ്ററായിട്ട് എന്ത് ചെയ്യും, SPD ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. ഈ ആക്റ്റീവ് എസ്സേ ഏതിലേക്കാരെ ഹെൽഡ് ചെയ്തിട്ടുണ്ടാവുക, SADയിലാവുമല്ലോ ഹെൽഡ് ചെയ്തിട്ടുണ്ടാവുക, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. പിന്നെ സെലക്ടർ ഫീൽഡ് ഇൻ ഇൻകമിങ് പാക്കറ്റ് ഫ്രം അപ്പർ ലെയർ യൂസ്ഡ് ടു ഡിസൈഡ് അപ്ലിക്കേഷൻ ഓഫ് IPsec. സെലക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അപ്പർ ലെയറിൽ നിന്ന് വരുന്ന പാക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യാണ്, IPsec അപ്ലിക്കേഷൻ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ടർ ഫീൽഡ് യൂസ് ചെയ്യുന്നത്. സെലക്ടേഴ്സ് ക്യാൻ ഇൻക്ലൂഡ്, അതിൽ വരുന്നത് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ്, പോർട്ട് നമ്പേഴ്സ് ഇഫ് റിലവൻറ്റ്, അപ്ലിക്കേഷൻ IDs, പ്രോട്ടോകോൾസ് എക്സെട്ര. ഇതൊക്കെ ഈ സെലക്ടർ ഫീൽഡിൽ വരുന്നതാണ്. IPsecൻ്റെ അപ്ലിക്കേഷൻ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, സെലക്ടർ ഫീൽഡിന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഔട്ട് ഗോയിങ് IP ഡാറ്റാഗ്രാംസ് ഗോ ഫ്രം ദ SPD എൻട്രി ടു ദ സ്പെസിഫിക് എസ്സേ ടു ഗെറ്റ് എൻകോഡിങ് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന IP ഡാറ്റാഗ്രാംസ് SPD എൻട്രിയിലൂടെ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെക്യൂരിറ്റി അസോസിയേഷനിലേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യണം, പിന്നെ അതിൽ ഇതിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ എന്ത് ചെയ്യണം, എൻകോഡ് ചെയ്യണം. Incoming IPsec datagram get to the correct essay directly using the SPI dest IP protocol triple and from there extracts the associated SAD entry. അപ്പോൾ ഇങ്ങനെ ഇൻകമ്മിങ് ആയിട്ടുള്ള IPsec ഡാറ്റാഗ്രാമിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ കറക്റ്റായിട്ട് എവിടെയാണോ പോയിൻ്റ്, ആ പോയിന്റിലുള്ള സെക്യൂരിറ്റി അസോസിയേഷനിലേക്ക് പോവും.
അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് SPI ഡസ്റ്റ് IP പ്രോട്ടോകോൾ ട്രിപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹെൽപ്പിങ്ങോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ഈ ഇൻകമ്മിങ് ആയിട്ടുള്ള IPsec ഡാറ്റാഗ്രാം അതിൻ്റെ കറക്റ്റ് SAയിലേക്ക് ഡയറക്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അത് അവിടെ നിന്ന് ആണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് അതിൻ്റെ അസോസിയേറ്റഡ് SAD എൻട്രി ഏതാണ് എന്നുള്ളത്. അസോസിയേറ്റഡ് ഡാറ്റാബേസിലേക്കുള്ള എൻട്രി ഏതാണ് എന്നുള്ളത് എക്സ്ട്രാക്ട് ചെയ്യും ഈ ഡാറ്റാഗ്രാം. SPD can also specify traffic that should bypass IPsec. SPD can be considered as a packet filter where the actions decided upon are the activation of SA processes. അപ്പോൾ SPDയിൽ എന്തും കൂടെ ഉണ്ട്, പാക്കറ്റ് ഫിൽറ്റേഴ്സും കൂടെ ഉണ്ട്. അതിലെന്താ ചെയ്യുന്നത്, ദ ആക്ഷൻസ് ഡിസൈഡഡ് അപ്പോൺ ആർ ദ ആക്ടിവേഷൻ ഓഫ് SA പ്രോസസ്സസ്. അപ്പോൾ ഈ ഓരോ പാക്കറ്റ് അതായത് ഓരോന്നിലും ഉള്ള പ്രോസസ്സുകളുടെ ആക്ഷൻസ് എന്ന് പറയുന്നത് നമ്മളെ അസോസിയേറ്റഡ് ആയിട്ടുള്ള SA പ്രോസസ്സുകളുടെ ആക്ടിവേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പാക്കറ്റ് ഫിൽറ്റേഴ്സ് വെച്ചാൽ അതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. അത് റിലേറ്റഡ് ആയിട്ടുള്ള SA പ്രോസസ്സിൻ്റെ ആക്ടിവേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണോ ഈ ആക്ഷൻസ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ആ ഒരു പോയിന്റിൽ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ SPDയിൽ പറയുന്നത്. താങ്ക് യു.